ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീട്ടിൽ അരിപ്പൊടിയും ഉരുളക്കിഴങ്ങും ഉണ്ടെങ്കിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നിങ്ങൾക്കിത് തയ്യാറാക്കി നോക്കാം, അല്ലെങ്കിൽ സ്നാക്കായിട്ടും ഉണ്ടാക്കി നോക്കാം. വളരെ ഈസിയാണ്, ഫ്രൈ ചെയ്യാത്തൊരു വിഭവം കൂടിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഐഷാസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതാ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്കിതാ ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ വിഭവം എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഞാനൊരു മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് 2 എണ്ണം പുഴുങ്ങിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് പുഴുങ്ങി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങാണ്. കുറച്ച് ഉപ്പ് ചേർത്തിട്ടാണ് പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ പുഴുങ്ങിയെടുക്കാം. വെള്ളം അധികം ഉണ്ടാവാൻ പാടില്ല. നമ്മൾ കുറച്ച് ഡ്രൈ ആയിട്ട് ഉണ്ടായിക്കോട്ടെ ഉരുളക്കിഴങ്ങ്. എന്നിട്ട് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുക്കണം. പിന്നെ കുറച്ച് കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ മാക്സിമം നന്നായിട്ട് ഉടച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർത്തിട്ടാണ് ഞാനിപ്പോൾ ഇത് പുഴുങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ഉപ്പ് ഉണ്ടാവും ഉരുളക്കിഴങ്ങിൽ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടി നേരിട്ട് ചേർത്ത് കൊടുക്കാണ്ട് ഞാൻ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ട് ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് അരി കുതിർത്ത് വെച്ചിട്ട്, പച്ചരി കുതിർത്ത് വെച്ചിട്ട് ഇതുപോലെ അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പം അരിപ്പൊടിയാണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടിയാണ് ഇപ്പോൾ ഇവിടെ എടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറേ പേര് ചോദിക്കുന്നതാണ് എന്നോട് ഏത് അരിപ്പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്ന്. ഞാൻ കാലങ്ങളോളായിട്ട് ലുലു റൈസ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പല അരിപ്പൊടികളും യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഈ ഒരു ലുലു റൈസ് പൗഡറാണ് നമ്മുടെ നീർദോശയ്ക്കും പത്തിരിക്കൊക്കെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ നമ്മുടെ ഈ ഒരു മിക്സ്ചർ, ഇപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് വേവിച്ചതും അരിപ്പൊടിയും ഉപ്പും മാത്രമേ ചേർത്തിട്ടുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കട്ടിയുള്ളൊരു മാവായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിൻ്റെ അളവ് ഞാൻ കറക്റ്റായിട്ട് നോക്കിയിട്ടില്ല. അപ്പം നമ്മുടെ ബാറ്റർ വല്ലാണ്ട് ലൂസ് ആവരുത്, എന്നാൽ വല്ലാണ്ട് കട്ടിയും ആവരുത്. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. 1 കപ്പും കൂടി ഒഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒഴിക്കുമ്പോൾ നിങ്ങളെടുക്കുന്ന ഉരുളക്കിഴങ്ങ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കിയിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ മുളക് പൊടി ഒരു 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. പിന്നെ എൻ്റെ അടുത്ത് ഇവിടെ ക്യാപ്സിക്കം ഉണ്ടായിരുന്നു, അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ചെറുതായിട്ട് കുനുകുന അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. പിന്നെ ഒരു ചെറിയൊരു പീസ് സവാള, അതും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ ജീരകം ഒരു 1/2 ടീസ്പൂണ്, പിന്നെ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചും ടേസ്റ്റൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. അല്ലെങ്കിൽ ചിക്കന് ചെറുതായിട്ട് വേവിച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. കൈ കൊണ്ട് നന്നായിട്ട് കുഴയ്ക്കാൻ പറ്റുമെങ്കിൽ മാക്സിമം കൈ കൊണ്ട് കുഴയ്ക്കുക. പിന്നെ ഉപ്പ് ഒരുപാട് ചേർത്ത് കൊടുക്കരുത്, അത് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ബേക്കിംഗ് സോഡയാണ്. അപ്പം ഒരു 1/2 ടീസ്പൂണ് വിനാഗിരി അല്ലെങ്കിൽ 1/2 ടീസ്പൂണ് ചെറുനാരങ്ങയുടെ നീരെടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇതാണ് ഇൻസ്റ്റൻ്റായിട്ട് ഈ ഒരു അപ്പം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഉടനെ തന്നെ ഈ ഒരു അപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത് കുറച്ച് നേരം വെക്കേണ്ടതൊന്നും ആവശ്യമില്ല. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ വീണ്ടും ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിലാണ്. അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ കുറച്ചുകൂടെ നന്നാവും കേട്ടോ. അപ്പോൾ ഇത് ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് അടിയിൽ പിടിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചധികം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇതിലേക്ക് ഒട്ടും തന്നെ എണ്ണ വേണ്ട, നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ. അപ്പോൾ ഒട്ടും തന്നെ അല്ല, കുറച്ച് വേണ്ടി വരും നമ്മൾ ഗ്രീസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, പാൻ കേക്ക് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. ഒട്ടും ചൂടില്ലാണ്ട് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് അടച്ചു വെക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക. കാരണം നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവാനുള്ള സമയം വേണമല്ലോ. ഉരുളക്കിഴങ്ങ് നമ്മൾ വേവിച്ചതാണെങ്കിലും ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടണമെങ്കിൽ, ഒരു ക്രിസ്പായിട്ട് കിട്ടണമെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കണം.
അപ്പോൾ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പം അടിഭാഗവും നല്ല പെർഫെക്റ്റ് ആയിട്ട് ബ്രൗൺ കളറിൽ കിട്ടും. അപ്പോൾ നമ്മളിത് ഡീപ്പ് ഫ്രൈ ആയിട്ടുള്ള ഒരു സ്നാക്കോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് അല്ല, കുറഞ്ഞ ഒരു ടീസ്പൂൺ എണ്ണ മതി നമുക്ക് ഇത്രയും അപ്പം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഓരോ കുഴിയിലും നന്നായിട്ട് എണ്ണ ഗ്രീസ് ചെയ്ത് കൊടുക്കണം, അത് മറക്കരുത് കേട്ടോ. പിന്നെ അഥവാ നിങ്ങളടുത്ത് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്കിത് ഒരൊറ്റ പാൻ കേക്കായിട്ട് അല്ലെങ്കിൽ ഫ്രൈങ് പാനിൽ, നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈങ് പാനിൽ ഒരൊറ്റ പരത്തിയിട്ട്, അധികം തിക്നെസ് ഇല്ലാണ്ട് പരത്തിയിട്ട് വേണമെങ്കിൽ ഒരൊറ്റ പാൻ കേക്കായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. അപ്പോൾ ഇതിൽ കുറച്ച് ചിക്കനൊക്കെ ചേർക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാവും. ഉരുളക്കിഴങ്ങുള്ളതുകൊണ്ട് സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം. ഉരുളക്കിഴങ്ങും അരിപ്പൊടിയും വെച്ചിട്ട് അധികം കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ടൊമാറ്റോ സോസാണ് യൂസ് ചെയ്യുന്നത്. സ്നാക്കായിട്ടാണ് നമ്മളിപ്പോൾ ഇത് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ചട്നി, വൈറ്റ് കോക്കനട്ട് ചട്നി ഉണ്ടല്ലോ, അതൊക്കെ ഇതിലേക്ക് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഞാൻ സമയമില്ലാത്തതുകൊണ്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ടൊമാറ്റോ കെച്ചപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് വേവിക്കേണ്ട ആ ഒരു സമയം മാത്രം മതി. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ അപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റാട്ടോ, അകത്തും നല്ല സോഫ്റ്റാണ്, പുറമേ കുറച്ചൊരു ക്രിസ്പിനെസ് വരുന്നുണ്ട്. ആ ഉരുളക്കിഴങ്ങിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് വരുന്നുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഒരു മീഡിയം സൈസുള്ള 2 ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് കൂടി പോകണ്ട കേട്ടോ. 1 കപ്പ് അരിപ്പൊടിയിലേക്ക് ഒരു മീഡിയം സൈസുള്ള 2 ഉരുളക്കിഴങ്ങ് വേവിച്ചത് മതിയാകും കേട്ടോ, ഒരുപാട് എടുക്കരുത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വിഭവം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും ഇല്ലെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. വേറെ നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ടോ അല്ലെങ്കിൽ വ്ളോഗുമായിട്ടോ വരുന്നവരേക്കും ബൈ, താങ്ക് യു.